പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇ.ഡി. അന്വേഷണത്തെ കെ സച്ചിദാനന്ദൻ ഒരു പ്രസ്താവന നടത്തി. ഭയമില്ലെങ്കിൽ എന്തിനീ പ്രതികരണമെന്ന്. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ ഈ CPM-ൽ ആകെ ഒരു പാർട്ടി നേതാവായിരുന്ന ഒരു വ്യക്തി ആകെ പറഞ്ഞത് ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഇതിനെ എതിർത്ത് പറഞ്ഞു. ഇന്നലെ പിണറായി വിജയൻ തന്നെ പറഞ്ഞു ആ ഒരു ആക്രമണം വെറും ഒരു പ്രതിഷേധം, സമാധാനപരമായ പ്രതിഷേധമായിരുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ആകെ ഇതിനെതിരെ ഇതൊരു തെറ്റാന്ന് പറഞ്ഞു ആകെ വിവരമുള്ളൊരു നേതാവെന്ന് തോന്നുന്നു ഇദ്ദേഹം മാത്രമാണെന്ന് തോന്നുന്നു. കെ സച്ചിദാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇടത് സഹയാത്രികൻ മാത്രമാണ്. അതായത് സമൂഹത്തിന്റെ എല്ലാ നാനാ തുറകളിലും എഴുത്തുകാരനായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഉള്ള കാര്യം, അതായത് വർത്തമാനകാലത്തെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ സാധാരണക്കാരനോട് ഒത്ത് സഞ്ചരിക്കാനുള്ള ഒരു ബോധ്യമുണ്ട്. ഒരു സാധാരണക്കാരന്റെ മനസ്സാണ് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് തുറന്നടിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ 80ാം പിറന്നാൾ കൂടിയാണ് അന്ന്. അതിനോട് അനുബന്ധിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതായത് ഇഡിയുടെ റെയ്ഡിൽ ഒരു പറ്റം CPM പ്രവർത്തകർ അവിടെ അടിഞ്ഞാടിയപ്പോൾ ആ ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സാക്ഷരത നേടിയ കേരളം, അല്ലെങ്കിൽ പ്രബുദ്ധരായ കേരളം എന്നുള്ള ഒരു ടാഗ്ലൈനാണ് അവിടെ അഴിഞ്ഞു വീണത്. അതുപോലുള്ള ഒരു പ്രവൃത്തിയിൽ വേദനിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് കെ സച്ചിദാനന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്തായാലും ശരിയല്ല. അതായത് അന്വേഷണത്തെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അന്വേഷണത്തെ നമ്മൾ നിയമം കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ നിയമം കൊണ്ട് തന്നെ അതിനെ മറികടക്കുക എന്നുള്ളതാണ്. അത് ഈ കവലച്ചട്ടമ്പകൾക്ക് പോലെ തല്ലി തീർക്കുന്ന ഒരു സമ്പ്രദായമല്ല ഇനി നമ്മൾ ചെയ്യേണ്ടത്. സാധാരണക്കാർക്കിടയിൽ CPM-നെ കുറിച്ച് ഒരു വ്യക്തമായ ബോധമുണ്ട്. അത് അദ്ദേഹത്തിന്റെ വായിലൂടെ തന്നെ പുറത്തേക്ക് വന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. സാധാരണക്കാർ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഭയമില്ലെങ്കിൽ എന്തിന് ഇത്രയും പ്രതിഷേധം നടന്നു എന്ന്. അത് പറയാനൊരു ധൈര്യം കാണിച്ചതിൽ വലിയ ഒരു കാര്യമാണ്. അതെ, അദ്ദേഹം ഇതിനു മുമ്പും ധൈര്യം കാണിച്ചിട്ടുണ്ട്. ആ ധൈര്യം കാണിച്ചപ്പോഴെല്ലാം ഈ ഒരു സൈബർ ഇടത്തിലോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിജീവികളുടെ വക അദ്ദേഹത്തിന് വളരെയേറെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇനിയൊരു പിണറായി ഭരണം, അല്ലെങ്കിൽ CPM ഭരണം, അല്ലെങ്കിൽ LDF ഭരണം ഇനി വന്നാൽ അല്ലെങ്കിൽ തുടർ ഭരണം വന്നാൽ കേരളത്തിന് ആകെ നാശമായിരിക്കും. അതായത് കേരളം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് മറ്റൊരു പാർട്ടിക്ക്, അല്ലെങ്കിൽ മറ്റൊരു മുന്നണി കേരളം ഭരിക്കട്ടെ, അവരുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന് രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് സൈബറിടത്തിലും മറ്റും വന്നത്. ഇപ്പോൾ ഇന്ന് ഇത് പറഞ്ഞു വെറും മണിക്കൂറുകളായേ ഉള്ളൂ. അദ്ദേഹത്തിനെതിരെ പലയിടത്തുനിന്നും വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. തങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും ഈ തെറ്റെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെ തേജോധം ചെയ്യാൻ ഈ ഒരു CPM പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അതിനോട് ഒരുപാട് ആവേശമാണ്. കാരണം CPM എന്ന പാർട്ടിയുടെ മുമ്പ് കാലങ്ങളിലെ ഒരു എത്തിക്സ് ഇപ്പോൾ അതൊരു അവർ പാലിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ടെല്ലാമാണ് ഈ ഒരു നീണ്ട കാലം ഇടത് സഹയാർത്ഥികനായിട്ട് പോലും അദ്ദേഹത്തെ ഇപ്പോഴും ആ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ, സ്വന്തം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണെന്ന് കരുതണം, അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂരമായി വേട്ടയാടുകയാണ് ഇപ്പോൾ ഇടത് സൈബർ ഹാൻഡിലായാലും, അല്ലെങ്കിൽ അതുപോലെ മറ്റ് സോക്കോൾഡ് ഇടത് സാഹിത്യകാരന്മാരായാലും. അപ്പം കെ സച്ചിദാനന്ദൻ മറ്റൊരു കാര്യം പറഞ്ഞു, പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിൻ്റെ ഒരു കാര്യം. സത്യമല്ലേ പറഞ്ഞ, കൊറോണ സമയത്തുമൊക്കെ ഒരുപാട് മന്ത്രിമാർ ഇതിനെതിരെ നിന്ന് സപ്പോർട്ട് ചെയ്തും ജനങ്ങൾക്ക് വേണ്ടി നിന്നവരുണ്ട്. അവരെ ആരെങ്കിലും പ്രതിപക്ഷ നേതാവാക്കാതെ പിണറായി വിജയനെ തന്നെ ആക്കിയത് ഈ ഭരണത്തോടുള്ള ഒരു ആർത്തിയായി തോന്നുന്നില്ലേ? അതായത് LDFന്റെ ആകെ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുഖച്ഛായ, അല്ലെങ്കിൽ മുഖചിത്രം പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു നേതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ, പ്രചരണത്തിൽ നമ്മൾ കണ്ടത്. എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും പിണറായി വിജയന്റെ മാത്രം. അതായത് പിണറായി വരും 3.0 എന്നുള്ള ഒരു ടാഗ് ലൈനോടെയാണ് മറ്റൊരു മന്ത്രി, അല്ലെങ്കിൽ വീണ ജോർജിന്റെ ഒരു ഫ്ലക്സ് ഉയർന്നിട്ടുണ്ടോ? KN ബാലഗോപാലിൻ്റെ ഉയർന്നിട്ടുണ്ടോ? MP രാജേഷിൻ്റെ ഉയർന്നിട്ടുണ്ടോ? പിന്നെ മുഹമ്മദ് റിയാസിൻ്റെ ഉയർന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാവരെയും കേന്ദ്രീകരിച്ച് ഒരു മന്ത്രിയുടെ മാത്രം, അതായത് പിണറായി വിജയൻ്റെ മാത്രം മുഖചിത്രമാണ് അവിടെ ഉയർന്നത്. അപ്പോൾ അതാണ് വ്യക്തമായ PR-ലൂടെ ആ ഒരു ഇലക്ഷൻ പ്രചരണം. അതുകൊണ്ട് മാത്രം ഈ ഒരു ഇലക്ഷൻ പ്രചരണം പൊളിഞ്ഞു എന്ന് വേണം പറയാൻ. അത് തന്നെയാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ മറ്റ് നേട്ടങ്ങൾ വഹിച്ച ഒരുപാട് മന്ത്രിമാരുണ്ട്. വേണ്ട കോവിഡ് കാലത്ത്, അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ സമയത്തോ,
നമ്മുടെ കേരളത്തെ ചേർത്ത് പിടിച്ച മന്ത്രിമാരുണ്ട്. അദ്ദേഹത്തിന്റെ അവർ മത്സരിക്കുന്നുണ്ടായിരുന്നു, കെ ശൈലജ മത്സരിക്കുന്നുണ്ടായിരുന്നു. അവരെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തില്ല? അവരെ ആ ഒരു ടീച്ചറമ്മ എന്ന ഒരു അക്ഷരം തെറ്റാതെ വിളിക്കുന്ന ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തകയെ എന്തുകൊണ്ട് ഇവർ ബൂസ്റ്റ് ചെയ്തില്ല? അവിടെയും കേരളത്തിലെ 14 ജില്ലകളിലും 140 മണ്ഡലങ്ങളിലും ആകെ ഉയർന്നു കേട്ടത് പിണറായി വിജയൻ 3.0 എന്നാണ്. അല്ലാതെ ഇപ്പോൾ MP രാജേഷ് ഇനി തുടരും, അല്ലെങ്കിൽ വീണ തുടരട്ടെ, അല്ലെങ്കിൽ റിയാസ് നമുക്കുണ്ട് എന്നുള്ള രീതിയിലുള്ള ഏതെങ്കിലും ക്യാമ്പയിൻ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ എല്ലായിടത്തും നിറഞ്ഞു നിന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ടൊക്കെയാണ് ഇദ്ദേഹം ഇത് എടുത്ത് ചൂണ്ടിക്കാണിച്ചത്. അത് മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഓപ്പോസിഷൻ ലീഡർ, അതായത് പ്രതിപക്ഷ നേതാവ് ഈ പിണറായി വിജയൻ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ആകരുതായിരുന്നു. കാരണം ഇത്രയേറെ, അതായത് നമ്മുടെ കേരളത്തിലെയുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, ഇത്രയേറെ വയോധികനായ ഒരു മനുഷ്യനെ ഇനിയും നിയമസഭയിലേക്ക്, അതും പ്രതിപക്ഷത്തിന്റെ അമരത്തേക്ക് കൊണ്ടുവന്നാൽ ആ ഒരു പ്രതിപക്ഷം വീക്കാവുകയുള്ളൂ. ഇപ്പോൾ ഒരു അടുത്ത 5 വർഷത്തിന് ശേഷം ഒരു ഭരണത്തിലേക്ക് കയറാൻ CPM ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു വയോധികനെ പോലെ ഒരാളെ അല്ല പ്രതിപക്ഷ നേതാവാക്കേണ്ടത്. ഇപ്പോൾ മുൻ മന്ത്രി റിയാസ് ഇല്ലേ, ബാലഗോപാലല്ലേ, ഇവരിൽ ആരെങ്കിലും ആവായിരുന്നു. ഒരു റൗണ്ട് വരെ ബാലഗോപാലിന്റെ പേര് പരിഗണിച്ചെങ്കിലും പിണറായി തന്നെ മതി എന്ന് പോളിറ്റ് ബ്യൂറോയിൽ വരെ തീരുമാനമായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ഈ CPM എന്നുള്ള പാർട്ടി തികച്ചും അടിത്തറയറ്റു പോകുന്നു എന്ന് സാധാരണക്കാരിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ EDയുടെ അന്വേഷണത്തിൽ നടന്ന ആക്രമണത്തിൽ തന്നെ മനസ്സിലാവും ഈ പിണറായി വിജയനെ ഈ CPM നേതാക്കൾ എത്രത്തോളം വലിച്ചു മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ. ഇപ്പം കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു സംഭവം നടന്നു. ഒരാൾ ജില്ലാ സെക്രട്ടറി ഒരു വാക്ക് പറഞ്ഞിരുന്നു, EDയെ ഉപദ്രവിച്ചത് ഒരു വെറും സാമ്പിൾ മാത്രമാണ്. അപ്പം നിയമത്തെയോ പോലീസിനെയോ ഒന്നും ആർക്കും ഭയമില്ല എന്ന് കാണിക്കുകയാണ് അവിടെ. ആ സമയത്താണ് ഈ സച്ചിദാനന്ദനെ പോലുള്ളവർ അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത്. അങ്ങനെ എതിർത്ത് സംസാരിക്കാൻ നേതാക്കൾക്ക് ധൈര്യം വരികയില്ലേ വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ 10 വർഷം മുമ്പുള്ള ആ ഭരണത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് ഇതുപോലത്തെ നേതാക്കന്മാർ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതിന്റെ ഹാങ് ഓവറിലാണ് കേരള പോലീസിനെ ചൊറിഞ്ഞതുപോലെ ഈ ED ഉദ്യോഗസ്ഥരെ പോയി ചൊറിഞ്ഞത്. ആ ചൊറിഞ്ഞതിന് തിരിച്ച് മാന്ത് കിട്ടുമ്പോൾ പഠിക്കും. ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കി അവരെ ജയിലിലേക്ക് അയച്ച യാത്ര കണ്ടു. അവർ വിചാരിക്കുന്നത് അവിടെ ഉള്ള വക്കീൽമാർ കേസ് പറഞ്ഞ് പതുക്കെ നമ്മളെ ഊരിക്കൊണ്ട് വരും, അല്ലെങ്കിൽ നമ്മളെ പാർട്ടി രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പോകുന്നത്. ഇവർ ഏത് വകുപ്പാണ് എങ്ങനെയൊക്കെയാണ് ചുമത്തതെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. വധശ്രമം വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ പോയാലും ചുരുങ്ങിയത് പൊതുമുതൽ നശിപ്പിച്ചതടക്കം, അല്ലെങ്കിൽ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരെ ഉപദ്രവിച്ച അടക്കം ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. ഏകദേശം എങ്ങനെ പോയാലും ഒരു 8-10 വർഷത്തെങ്കിലും തടവ് ശിക്ഷ. അപ്പോഴും കാണണം ഇവരുടെ ഈ ഒരു എന്താ പറയുക, ഈങ്കുലാപ്പിളിയും അല്ലെങ്കിൽ ഒരു ആവേശവും. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ ഇടതുപക്ഷത്തെ ഏറ്റവും തകർക്കുന്നത് അസഹിഷ്ണുതയാണ്. അതായത് ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ തോൽപ്പിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ്. അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ തിരിഞ്ഞാലും എന്ത് കാര്യം പറഞ്ഞാലും ആ അസഹിഷ്ണുത എന്നുള്ള ഒരു വാക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രയോഗം അവരുടെ ഡിക്ഷണറിയിൽ എന്ന് മാറുന്നു, അന്നേ ഈ CPM എന്നുള്ള ഒരു പാർട്ടിക്ക് കരുപ്പിടിക്കൂ, അല്ലെങ്കിൽ ഗതികേടുണ്ടാവൂ, അല്ലെങ്കിൽ മുള്ളു മൂക്കാതെ അത് അലസി പോവുകയുള്ളൂ. അല്ലാതെ CPM കുറച്ചെങ്കിലും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഏരിയ കമ്മിറ്റി മുതൽ ആ ഒരു പ്രവർത്തകർ മുതൽ മുകളിലേക്കുള്ള പിണറായി വിജയന്റെ വരെ അസഹിഷ്ണുത അതൊന്നും ഒഴിവാക്കിയാൽ കുറച്ചെങ്കിലും കാലം ഇടതുപക്ഷം നമ്മുടെ കേരളത്തിലെങ്കിലും ഒരു ചെറിയ കനല് പോലെ അവശേഷിക്കും. അപ്പം തോറ്റുന്ന സമയത്ത് നിയമസഭ തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചൊരു സമയത്ത് പിണറായി വിജയൻ്റെ ഒരുപാട് കാര്യങ്ങൾ പോയിക്കൊണ്ട് വന്നായിരുന്നു. പക്ഷേ EDയുടെ അന്വേഷണം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പിണറായി കാണിച്ചതിനെ കൂടുതലാണ് ഇപ്പം നേതാക്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, തെരുവിലും പ്രസംഗത്തിലൂടെയും ഒക്കെ. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്ത് നമുക്ക് നൽകുന്നത്? അതായത് അദ്ദേഹത്തിന് ആഹ്വാനം ചെയ്താൽ മതി. തെരുവിൽ കിടന്ന് അടികൊള്ളാനും അല്ലെങ്കിൽ അടി കൊടുക്കാനും താഴെക്കിടയിലുള്ള CPM പ്രവർത്തകർ മാത്രമാണ്. ആ ഒരു CPM പ്രവർത്തകർക്ക് അവർക്ക് ആ ഒരു പാർട്ടിയോടുള്ള ഒരു സ്നേഹം അത് പതുക്കെ പിണറായി വിജയൻ എന്നുള്ള മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഉള്ള ഒരു ചാഞ്ചാട്ടമാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നടന്ന ഇത്രയും വലിയൊരു കലാപം സമാനമായ ആ ഒരു പ്രതിഷേധം.